എന്തെങ്കിലും നിങ്ങൾ ഈ പരീക്ഷ എടുത്ത് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഫുള്ള് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ക്ലാസ് തിരിഞ്ഞു നോക്കണ്ട. യുദ്ധമാണ് നടക്കുന്നത് കുമാരവർമ്മ. യുദ്ധം യോ മത്സരം എന്താ നടക്കുന്നത് അറിഞ്ഞില്ല. നമസ്കാരം. എല്ലാവരും ചോദിക്കുന്ന സ്റ്റഡി പ്ലാൻ ഒന്ന് നിൽക്കണേ. എല്ലാവരും ചോദിക്കുന്ന സ്റ്റഡി പ്ലാൻ ആണ്, പക്ഷെ ഇത് സഹകാരിയുടെ സൈക്കോളജിക്കൽ സ്റ്റഡി പ്ലാൻ ആണ്. എന്താണെന്ന് നോക്കാം. സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ തന്നെ വളരെ വിശാലമായിട്ട് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഏറ്റവും ബേസിലേക്കാണ് നമ്മൾ ബേസ് മാത്രമേ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതിന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എവിടെയായിരിക്കും? വെബിനാർ സെഷനിലായിരിക്കും. കാരണം അതേ പറ്റുള്ളൂ നമുക്ക്. അങ്ങനെ നമുക്ക് ലീക്ക് ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെയാണോ? പൊതുവേ ഒരു പറച്ചിലുണ്ട്, അതായത് കുറച്ച് മടിയുള്ളവർക്ക് വളരെ എഫക്റ്റീവാണ് സഹകാരിയുടെ സ്റ്റഡി പ്ലാൻ. അതെന്താണ് സാർ അങ്ങനെ? മടിയന്മാര് എന്തെങ്കിലുമൊക്കെ ചെയ്യൂ? ഓക്കെ, മടിയെ കുറിച്ച് വലിയ സൈക്കോളജിയാണ്. മടി എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെല്ലാവരും മടിയന്മാരാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മടിയനായ മൃഗമാണ്, സംശയം വേണ്ട. കാര്യം നമുക്കത് അതിന് വേണ്ടി കിട്ടിയ അനുകൂലമാണ്. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ 1.5 കിലോ ബ്രെയിൻ നമുക്ക് ആവശ്യമില്ല ജീവിക്കാൻ. ശരിക്കും നമുക്ക് അതിന്റെ ആവശ്യമില്ല. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെപ്പോലെ ജീവിക്ക് കാട്ടിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് മതി. അപ്പോഴത്തേക്കും ഒരുപാട് എനർജി കൺസ്യൂം ചെയ്യാനുള്ള കൺസ്യൂം ചെയ്യുന്നുണ്ട് നമ്മളെ ബ്രെയിൻ എപ്പോഴും. അതുകൊണ്ട് തന്നെ ബോഡി എനർജി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെയിനിന് ഹൈബർനേഷൻ അല്ലെങ്കിൽ എപ്പോഴും ഏറ്റവും പണി കുറഞ്ഞ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രത്യേകിച്ച് എസ്പെഷ്യലി ബ്രെയിൻ വെച്ച് ചെയ്യേണ്ടത് പല കാര്യങ്ങൾക്കും മടി ഫീൽ ചെയ്യുന്ന പറയാനുള്ള കാരണം. അപ്പൊ നോക്കും ചില ആൾക്കാർക്ക് എന്താണ് മടി ഇല്ലാതെ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് കാര്യം? അവന് ആ ഒരു കൃത്യമായ മോട്ടിവേഷൻ കിട്ടി എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവന്റെ ഇന്നർ സെൽഫിൽ അവനൊരു തോന്നലുണ്ടായി എന്നുള്ളത്. എന്നാൽ മാത്രമേ അവൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ മടി പിടിക്കുന്ന ആൾക്കാർക്ക് നമുക്കിവിടെ തുടക്കത്തിലെ സഹകാരി മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംഭവമാണ് ഡെഡ് ലൈൻസ്. ഡെഡ് ലൈൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും വെബിനാറിൽ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ക്ലാസിന്റെ എക്സാംസ്, ഇപ്പോൾ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ ഉദാഹരണം നമുക്ക് എർത്തിന്റെ ക്രസ്റ്റുമായി ബന്ധപ്പെടുത്തി ഒരു ക്ലാസ് നമ്മളിപ്പോൾ നമ്മുടെ ടീം പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ചോളൂ. ആ ക്ലാസ്സിന്റെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞുതരാം. സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും നമുക്കിപ്പോൾ നിലവിൽ എടുക്കേണ്ടുന്ന സോഴ്സുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി 2 വഴികളുണ്ട്. കാര്യം ഒന്ന്, നമുക്കിത് ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആയതുകൊണ്ട് നമുക്ക് NCERT മാക്സിമം നെക്സ്റ്റ് ലെവൽ ഡിഗ്രി ലെവൽ ടോപ്പിക്ക് വരെ, ഡിഗ്രിക്ക് പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് വരെ റെഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ആ ഒരു റെഫർ ചെയ്തെടുക്കുന്ന കണ്ടന്റ് ക്ലിയർ ആണോ, അല്ലെങ്കിൽ അത് മതിയോ, അല്ലെങ്കിൽ അത് പക്കയാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ PYQസും ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാൽ മാത്രം ഇത് നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് 2 വഴികളാണുള്ളത്. ഒന്ന്, വളരെ വിശാലമായിട്ട് വിശദമായിട്ട് നിങ്ങൾക്കത് പറഞ്ഞു മനസ്സിലാക്കി തരുന്ന വീഡിയോ ക്ലാസ്. കാണുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും, 2x അടിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, വിചാരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. നാളെ കാണാമെന്ന് വിചാരിക്കുന്നവർക്ക് വേറൊരു ഹോംവർക്ക് ഞാൻ തരുന്നുണ്ട്, അത് പിന്നെ തരാം. അപ്പൊ അതല്ല, നമുക്ക് ഇങ്ങനെ പലതരത്തിൽ ആൾക്കാർ എടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. വാട്ടെവർ, നിങ്ങൾ സഹകാരിയിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആദ്യമായിട്ട് ഡെഡ് ലൈൻ കിട്ടുകയാണ്. ഈ ഡെഡ് ലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ എക്സ് എന്ന് പറഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെടുത്തിയുള്ള ഡെയിലി എക്സാമിനേഷൻ ആണ്. ഈ ഡെയിലി എക്സാമിനേഷന്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ ക്ലാസ്സിലും നിങ്ങൾക്ക് തരുന്ന ഈച്ച് ആൻഡ് എവരി പോയിന്റ്സിനെ ക്രോസ് കട്ട് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിനകത്ത് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാമോ അങ്ങനെ എല്ലാം ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഒരു 40 പോയിന്റ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണമെങ്കിൽ മിനിമം എത്ര ക്വസ്റ്റ്യൻ കാണും? നമുക്ക് 60 എന്തായാലും കാണും. അതിന്റെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ. ഒന്നും കൂടെ മനസ്സിലാക്കാം, നമ്മൾ ഓരോ പോയിന്റ്സും റിവൈസ് ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ, തലയ്ക്കകത്ത് ഉറപ്പിക്കാൻ പാകത്തിനായിരിക്കണം ഈ പരീക്ഷ. എന്തെങ്കിലും നിങ്ങൾ ഈ പരീക്ഷ എടുത്ത് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഫുള്ള് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ക്ലാസ് തിരിഞ്ഞു നോക്കണ്ട. അതാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് ആ എക്സാം എഴുതുമ്പോഴും നമുക്ക് ഒരെണ്ണം തെറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ അത് ഒന്നുകൂടെ വായിക്കണം. ആ ഒരു പോർഷൻ ഒന്നുകൂടെ വായിച്ച് ഉറപ്പ് വരും. അതായത് നമുക്ക് റിവിഷൻ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും. 5 മിനിറ്റ് വേണ്ട, തീർക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ നോട്ട്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം, അത് പിന്നെ പറഞ്ഞുതരാം. അപ്പൊ എന്തായാലും ഞാൻ ഈ പറഞ്ഞതാണ്, ഒരു ക്ലാസ്, അതിന്റെ PDF നോട്ട്, പിന്നെ അതുമായി ബന്ധപ്പെടുത്തിയ പരീക്ഷ, ഇത്രയും കാര്യങ്ങൾ വരുന്നത്. ഈ പരീക്ഷ 48 മണിക്കൂർ കൊണ്ട് നിങ്ങൾ എഴുതണം. അതാണ് നമ്മുടെ ഡെഡ് ലൈൻ. ഇതാണ് ഫസ്റ്റ് ഡെഡ് ലൈൻ. മടിയന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കാനുള്ള ഫസ്റ്റ് ഡെഡ് ലൈൻ ഇതാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷ തരില്ല, തരില്ല. അപ്പൊ അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വെബിനാറിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചധികം സൈക്കോളജി ആസ്പെക്റ്റുകളുണ്ട്. ഇപ്പൊ ഇതൊരു സൈക്കോളജിയാണ്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു ഡെഡ് ലൈൻ കിട്ടുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് എന്നെ പോലുള്ള ആളൊക്കെയാണെന്ന് ഡെഡ് ലൈൻ ഉണ്ടെങ്കിൽ മാത്രമേ പണിയെടുക്കുള്ളൂ. ഉറപ്പായിട്ടും ഞാനും അങ്ങനെയാണ്. ഒരു സാധനം ഈ ഒരു ടൈം ലിമിറ്റിന് അനുസരിച്ച് കിട്ടൂ എന്നായി കഴിഞ്ഞാൽ നമ്മൾ എൻഡ് ഓഫ് ദി ഡേ ആ ഒരു 48ാമത്തെ മണിക്കൂറിലെങ്കിലും നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതിന് ഞാൻ എക്സ് ഓർ വൈ, നമ്മളിപ്പോ ഒന്നും ഇല്ലാമയൊക്കെ നല്ല എന്തെങ്കിലും ഉള്ളതെന്നുള്ളത്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യും, നമ്മൾ ചെയ്തേ പറ്റൂ. അതുപോലെ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ വരരുത്, എനിക്ക് അതങ്ങ് പറയാനുള്ളത്. അപ്പൊ അതാണ് ഒന്നാമത്തെ ഡെഡ് ലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും. രണ്ടാമതൊരു ഡെഡ് ലൈൻ ഉണ്ട്. രണ്ടാമത്തെ ഡെഡ് ലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും വീക്കിലി എക്സാമിനേഷൻ ഡെഡ് ലൈൻ ആണ്. അത് കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള ഡെഡ് ലൈൻ ആണ്. അപ്പോൾ പരീക്ഷകൾ
നിങ്ങൾ എഴുതുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ മടിയന്മാരുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ റിസർച്ചിന്റെ സ്ട്രാറ്റജി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഉറപ്പായിട്ടും അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം. അതെ, ചെയ്യുന്ന കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ റിസർച്ചിൽ നിങ്ങൾ എടുത്തു പറയേണ്ട കാര്യം ഈ പറഞ്ഞ പരീക്ഷകൾ എഴുതുക എന്നുള്ളതാണ്. പരീക്ഷകളിൽ നിങ്ങൾ ഇപ്പം നിലവിൽ കാണുന്ന തരത്തിൽ എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായി. ഓഫ് കോഴ്സ് ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എൽ ജി എസ് കുറച്ച് നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റും, കുഴപ്പമില്ല. ഡിഗ്രി ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റേസ് എന്നുള്ളതാണ്. സാർ നമ്മൾ ഒരു സ്ട്രാറ്റജി നമ്മുടെ ഡെഡ് ലൈൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ എന്താണ് സാർ? നമുക്ക് എങ്ങനെ ഇത് മികച്ച രീതിയിൽ ഈ ഒരു എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാം? ഓക്കെ, അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഓഫ്ലൈൻ ക്ലാസ് പോലെ ഫീൽ ചെയ്യണമെന്നാണ് എപ്പോഴും നമ്മൾ പറയാറുള്ളത്. നിങ്ങൾക്ക് ഒരു ഓഫ്ലൈൻ ക്ലാസ് പോലെ ഫീൽ ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഓഫ്ലൈൻ ക്ലാസ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഇന്ന് ചെന്നിരിക്കുന്നു, ഇന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി, അല്ലേ? ഉറപ്പായിട്ടും. അപ്പൊ നിങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഇന്ന് പഠിക്കാനുള്ള സാധനം നിങ്ങൾക്ക് തരും, അത് PDF രൂപത്തിൽ തരും. 2 ആപ്പിൽ അതിനുവേണ്ടി പ്രത്യേകം സജ്ജീകരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആപ്പിൽ നിങ്ങൾ കയറിയിട്ട് അന്ന് പഠിക്കേണ്ട കാര്യം നിങ്ങൾ പഠിച്ചാൽ മതി. ഓൾറെഡി നമ്മൾ ടൈം ടേബിൾ ഒരാഴ്ച തന്നെ സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ അത് ഓരോ ദിവസവും എന്ത് പഠിക്കണം, എത്ര പഠിക്കണം, ഈ കാര്യത്തിൽ നിങ്ങൾക്കൊരു കൃത്യത ഉണ്ടാവണം. അത് ഉണ്ടാവും. നമ്മൾ ഓൾറെഡി ടൈം ടേബിൾ തരുമ്പോൾ ഇത്ര ക്ലാസ് ആണ് ഇന്നത്തെ ദിവസം ഉള്ളത്, നിങ്ങൾക്ക് ഒരാഴ്ച തന്നെ അറിയാൻ പറ്റും. അടുത്ത മറ്റൊരു കാര്യമുണ്ട്, മത്സരം എന്താണ് നടക്കുന്നത്? റാങ്ക് ലിസ്റ്റ് ഉണ്ട്. അതെ, എന്ത് മത്സരം അവിടെ നടക്കുന്നത്? അതായത് നമ്മുടെ ബാഹുബലി 2-ലും നമ്മുടെ ദേവസേനയുടെ ഒരു മുറയുമാവൻ കത്തിയും കൊണ്ട് പൽവാദവനെ കൊല്ലാൻ പോകുന്ന സീനില്ലേ, നമ്മുടെ തെലുങ്ക് സിനിമയിലുള്ള പൊക്കമുള്ള കഥ, പേരെനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പോഴത്തേക്കും അദ്ദേഹത്തിനെ കൊല്ലാൻ നേരത്ത് ഈ പൽവാദേവന്റെ പിതാവ് പറയുന്ന ഒരു സംഭവമുണ്ട്, യുദ്ധമാണ് നടക്കുന്നത് കുമാരവർമ്മ. യുദ്ധം. അത് മത്സരം എന്താ നടക്കുന്നത് അറിഞ്ഞില്ല, സംഭവം അറിഞ്ഞില്ല, അറിയാതെ ഇവ കത്തിയും കൊണ്ട് ചെന്നത്. അതേപോലെ നിങ്ങൾ അറിയണം, എന്തറിയണം? യുദ്ധമാണ് നടക്കുന്നത്, എന്താണ് മത്സരത്തിന്റെ പൾസ് നിങ്ങൾ അറിയണം. അത് അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണം. അപ്പൊ അതിനു വേണ്ടി മത്സര പരീക്ഷ ഉണ്ടായിരിക്കും, എഴുതിയേ പറ്റൂ. അത് എഴുതാതിരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ കുറച്ച് ഡെഡ് ലൈൻസ് കൊടുക്കുന്നുണ്ട്. അത് ഹെവി ഡോസ് ആണ്. അത് പറ്റുന്ന ആൾക്കാർ അതൊക്കെ ആ കാര്യങ്ങളെല്ലാം വെബിനാർ സെഷനിൽ പറയും. റാങ്ക് ലിസ്റ്റും വരും, നിങ്ങളുടെ ഫോട്ടോ എടുക്കുവാണ് നമ്മൾ റാങ്ക് ലിസ്റ്റ് അടക്കമാണ് നമുക്ക് പബ്ലിഷ് ചെയ്യുക, ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്യും. പിന്നെ അതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി കൃത്യമായ മെന്റേഴ്സ് ഉണ്ടായിരിക്കും. മെന്റേഴ്സ് നിങ്ങൾക്ക് ഡയറക്ഷൻ തരും, കൃത്യമായിട്ട് തരും. നിങ്ങളെ ലീഡ് ചെയ്യാനുള്ള പറ്റുന്ന ആൾക്കാരായിരിക്കും, എല്ലാ സബ്ജക്റ്റിലും എക്സ്പെർട്ടൈസ് ആയ ആൾക്കാരായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് എപ്പോ വേണേലും വിളിക്കാം, നിങ്ങളുടെ എന്താണ് പഠിക്കാൻ പറ്റുന്നില്ലയോ? അതെ സാർ. അപ്പോഴേ ഇപ്പൊ എന്തെങ്കിലും കാരണവശാൽ എഴുതാൻ പറ്റാത്തവർക്ക് എന്തെങ്കിലും, അതായത് ഇത് ഇപ്പോഴും കുട്ടികൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എനിക്കിപ്പോൾ സാറേ ഞാൻ എല്ലാ പരീക്ഷ ഇത്രയും നാൾ ഒരു വീക്കിലി എക്സാം മിസ്സാക്കിയിട്ടില്ല, എനിക്ക് ഈ ഒരു വീക്കിലി എക്സാം ഒന്നും എടുത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡെയിലി എക്സാം മിസ്സാക്കിയിട്ടില്ല, എനിക്ക് ഈ ഇന്നത്തെ വിട്ടുപോയി എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഇപ്പം ഷീജ മിസ് എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചോ, ഞാൻ ഷീജ മിസ് എൻ്റെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, അടുത്ത സൈക്കോളജിക്കൽ ആസ്പെക്റ്റാണ് പറയാൻ വന്നത്. ഞാൻ എന്ത് ചെയ്തു, ഞാൻ അത് ഓപ്പൺ ആക്കി തന്നു. ഷീജ മിസ്സിന്റെ മനസ്സിൽ എന്തായിട്ട് മാറും? ഒരവസരമായിട്ട് കയറും. അതായത് നമ്മളെ മനസ്സെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് അപ്പോഴേ പിടിച്ചിരിക്കും. അതേസമയം ഞാൻ ഷീജ മിസ്സിനെ തന്നില്ല, തന്നില്ല, ഇത് അന്ന് കാലമാട ഇവൻ എന്നൊരു എനിക്ക് ദേഷ്യം വരും, ദിവസമാണ് ഞാൻ എഴുതാത്തത് തോന്നുമായിരിക്കും. പക്ഷേ പിന്നെ ഉള്ള ഒരൊറ്റ ദിവസം മിസ്സാക്കൂല. ഇല്ല, കാരണം ഇങ്ങനെ ചോദിക്കാനും എനിക്ക് ചോദിച്ചാലും തരില്ല, ഉറപ്പുള്ളത് കൊണ്ട് മിസ്സാക്കില്ല. ഇത് ഞാൻ ഒരു പറയുന്നതല്ല, നമ്മളെ ഫുഡ് സേഫ്റ്റി ഓഫീസറിലേക്കുള്ള ആദ്യ റാങ്ക് മേടിച്ച ആൾക്കാരുടെ അവർ പറയുന്നത് കേട്ടാൽ മതി. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ റിവിഷൻ വരുമ്പോൾ തരും കേട്ടോ. റിവിഷൻ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ച് എക്സാംസ് എല്ലാം തരും. ഈ എക്സാംസ് എല്ലാം നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അതിന് പ്രത്യേക ടൈമുണ്ട്, ആ ടൈമും പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്ത് പറയുമ്പോഴത്തേക്ക് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ കുറേ ഭാഗങ്ങൾ നമ്മൾ കൃത്യമായി റിസർച്ച് ചെയ്തിട്ട് നോർമലി ഒരു ഹ്യൂമൻ ബ്രെയിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അവിടുത്തെ ലൂപ്പ് ഹോൾസ് എന്തെല്ലാം, അങ്ങനെയുള്ള മാക്സിമം ലൂപ്പ് ഹോൾസ് അടച്ചുകൊണ്ടുള്ള ഒരു സിസ്റ്റമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് ആണ്. അപ്പോൾ ഇവിടെ സൈക്കോളജിസ്റ്റുകളാണല്ലേ സാർ പഠിപ്പിക്കുന്നത്, സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യുന്നത്. സാറാണ് ഇതിന്റെ സൈക്കോളജിസ്റ്റിന്റെ ഏറ്റവും വലിയ ആളെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്തായാലും നിങ്ങൾ അത് ജസ്റ്റ് ഫീൽ ആൻഡ് ലേൺ, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി ഇതിനകത്ത് നിങ്ങൾ കൃത്യമായിട്ട് മോട്ടിവേറ്റഡ് ആയിരിക്കാൻ വേണ്ടിയിട്ട് 1-2 ടെക്നിക്സ് കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും ഞാൻ പറയാറുണ്ട്, 2 തരത്തിലുള്ള ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും മോട്ടിവേഷനും, അല്ലേ? 2 തരത്തിലുണ്ട്. ഒന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക. എപ്പോഴും അതൊരു ഫാക്റ്റ് ആണ്. നമ്മൾ സ്വയം മോട്ടിവേറ്റ് ആയെങ്കിൽ മാത്രമേ വേറൊരാൾക്ക് ഒരു അവസരം നമുക്ക് കൊടുക്കാനും പറ്റൂ. അത് എൻ്റെ മെസ്സേജ് ഇതിനകത്ത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ ഓർമ്മയുണ്ടാവും, പണ്ടൊക്കെ നമ്മളെ ക്ലാസ്സിൽ കുറ്റിയില്ല സാറന്മാർ, കുറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് പഠിക്കാനുള്ള സാധനം പ്രിപ്പയർ ചെയ്യുക സാറന്മാർ വരും, കുറ്റി എന്ന് പറയുന്നത്. കുറ്റിയില്ല സാറന്മാർ വന്നു കഴിഞ്ഞാൽ അന്ന് ഒന്നുകിൽ പണ്ടത്തെ 8-9 കളി ഭയങ്കര കോമഡി ക്ലാസ് ആയിരിക്കും, പിള്ളേരൊക്കെ ചിരിച്ച് മറിയും, രസമായിരിക്കും. 10ാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് സംഗതി വേറെ ലെവലിട്ട് വന്ന് മോട്ടിവേഷനാണ്.
ഇന്ന് നിങ്ങൾക്ക് കുറച്ച് മോട്ടിവേഷൻ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ രോമൊക്കെ ഇങ്ങനെ അങ്ങോട്ട് എഴുന്നേറ്റ് എന്നിട്ട് നമ്മൾ വീട്ടിൽ പോയി അമ്മച്ചി എനിക്ക് ഇന്ന് കട്ടൻ ചായ വേണം, എത്ര മണിക്ക് 3 മണിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പഠിക്കും. ഇന്ന് ഞാൻ തകർക്കും, ഇന്നല്ല ഇനി ഞാൻ തകർക്കും, ഞാൻ 480 മാർക്ക് മേടിക്കാൻ ഞാൻ ഇനി എന്നെ പിടിച്ചാൽ കിട്ടില്ല, വിചാരിച്ച പറ്റൂലേ. ഒറ്റ ദിവസം നിൽക്കുള്ളത്, ഒറ്റ ദിവസം തീർന്നു, ഒറ്റ ഒരു ദിവസത്തെ തിളക്കം. നേരം വെളുക്കുമ്പോൾ അത് ഏതോ ഒരു സിനിമയിലുള്ള മറ്റേ തണ്ണീർമത്തൻ എന്തിനാ അവൻ ചെന്നിട്ട് ചോദിക്കും അത് നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അതല്ല, അമ്മക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും അമ്മയുടെ റിയാക്ഷനും അവന്റെ. അതുകൊണ്ടാണ് ആ സീൻ ഭയങ്കര രസമായത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ എക്സ്റ്റേണൽ മോട്ടിവേഷൻ കൊണ്ട് കാര്യമില്ല, നിങ്ങളെ ഇന്റേണലി നിങ്ങൾക്ക് അത് ചിന്തിക്കാൻ പറ്റണം. അപ്പൊ ഇന്റേണലി ചിന്തിക്കാൻ പറ്റുക എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു വലിയ കാര്യമാണ്. അല്ലെങ്കിൽ അത് ഒന്നുകിൽ നമ്മുടെ അവസ്ഥ ദയനീയമാണെന്നുണ്ടെങ്കിൽ വന്നു പോകും. അതായത് ഒന്നുകിൽ നമുക്ക് മടി പിടിച്ചിരിക്കാനുള്ള ഒരു അവസരം അവിടെ ഇല്ലല്ലോ. അതായത് നമുക്ക് ഒന്ന് ഉണ്ണാനും ഉടുക്കാനും ഇല്ല, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആത്മഹത്യ ആയിരിക്കും, കാരണം വേറെ നിവൃത്തിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഉള്ളൊരവസ്ഥ നിൽക്കുന്ന ആൾക്കാർക്ക് പിന്നെ പ്രത്യേകിച്ച് മോട്ടിവേഷന്റെ ആവശ്യമൊന്നുമില്ല, അവർക്ക് പൊക്കോളൂ. സാഹചര്യം തന്നെയാണ് പണ്ട് പറഞ്ഞിട്ടില്ല, മൂട്ടിൽ തീ പിടിച്ച റോക്കറ്റ് പോകണമെങ്കിൽ നമുക്ക് പാഞ്ഞു കൊണ്ടേ കേട്ടാ. അപ്പൊ അതാണ് അവസ്ഥ പലരുടെയും. അപ്പൊ അത് അങ്ങനെ അവസ്ഥ ഇല്ലാത്ത ആൾക്കാരുണ്ട്, അവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് കുറച്ച് ടെക്നിക്സ് ഉണ്ട്. ആ ടെക്നിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത് പറയണം, കുറച്ചധികം ലെങ്തി ആയി പോകുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഈ ഒരു കണ്ടന്റ് നമുക്ക് കൂടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത ടെക്നിക്സുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് അടുത്ത ദിവസം കാണാം. അതിനകത്ത് നമുക്ക് കുറെ സൈക്കോളജിക്കൽ ടെക്നിക്സ് ആണ്. വി ആർ ഡീലിംഗ് വിത്ത് ഓൾ ദീസ് സ്റ്റഫ് ലൈക്ക് എന്താ പറയാ, ആഫ്റ്റർ എ ലോട്ട് ഓഫ് റിസർച്ച്. അപ്പോൾ സൈക്കോളജിക്കൽ മൂവ്മെന്റ് അല്ലേ. അപ്പൊ നമുക്കത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് എല്ലാം പ്രയോജനമായിട്ട് ആശംസിക്കുകയാണ്. ബാക്കി കാര്യങ്ങളെല്ലാം വെബിനാറിൽ നമുക്ക് നേരിട്ട് സംവദിക്കാം. വെബിനാറിൽ പങ്കെടുക്കാൻ വേണ്ടി താഴെ കാണുന്ന ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ പേരും ജില്ലയും ഡിഗ്രി പ്രിലിംസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന കോഡും കൂടെ വാട്സ്ആപ്പ് ചെയ്യുക. നമുക്ക് നേരിട്ട് ഗൂഗിൾ മീറ്റിൽ കാണാം.